ഒരു പ്രതീക്ഷ എന്താണ് പ്രണവിൻ്റെ പടത്തിൽ? പ്രണവിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രകടനം പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞുപോയ പടങ്ങളിലേക്കാളൊക്കെ ഒരു മികച്ച ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഡയറക്ടർ അറിയാമല്ലോ അല്ലേ? അറിയാം, പ്രമേഹം, പിന്നെ നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ പടം ഗംഭീരമായിരിക്കും. രാഹുൽ സദാശിവനിലുള്ളൊരു പ്രതീക്ഷയാണ് തീർച്ചയായും. പിന്നെ പ്രണവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗംഭീരമായിരിക്കും എന്നുള്ള ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അടിപൊളി ആവട്ടെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഞെട്ടിക്കും, ഉറപ്പാണ്. എക്സ്പീരിയൻസ് എല്ലാം ഗംഭീരമായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ്. ഇപ്പൊ രാത്രിയിലാണ് കാണാൻ വന്നിരിക്കുന്നത്, തിരിച്ചങ്ങനെ ഞാൻ പോകുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ വൈഫിനോട് പറഞ്ഞ് ഇന്റർവെല്ലാകുമ്പോൾ ഞാൻ വിളിക്കാം. ഇവിടെ ആന്റിയുടെ ഒരു വീടുണ്ട്, ചിലപ്പോൾ ഞാൻ അവിടെ പോയി പേടിപ്പിക്കും, ഉറപ്പാണ്. തീർച്ചയായും. ഒരു വിശ്വാസം പിന്നെ ഉറപ്പായിട്ടും ഭൂതകാലം ബ്രഹ്മയുഗം പിന്നെ ഒരു പ്രതീക്ഷ അതൊക്കെ മേലെ വരുമെന്ന് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും വില വരുമെന്നാണ് തോന്നുന്നത്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ഇഷ്ടപ്പെട്ടു, ട്രെയിലർ ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കും പേടിക്കേണ്ട വന്നാൽ പേടിക്കാം, ഒന്ന് കണ്ടു നോക്കണ്ട ആദ്യം. ഡയറക്ടറിലൊരു പ്രതീക്ഷ, രാഹുൽ സദാശിവനിലുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. പ്രണവിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരിക്കും അത്. പ്രണവ് തിരിച്ചു വരുമോ വരാതിരുന്നാലും രാഹുൽ സദാശിവൻ ഒരു ഗ്യാരണ്ടിയുടെ സാധനമാണ്. പ്രമേഹത്തിന് ശേഷമുള്ള ഒരു ഇതെന്നുള്ള ഇതുവരെ പ്രണവ് ചെയ്തതിൽ ഒരു വ്യത്യസ്തത കാണുന്നുണ്ട്. എന്തായാലും അതിനകത്ത് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ട്രെയിലറൊക്കെ ഒരു നല്ല ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നൈറ്റ് ഇത്രയും ക്രൂ, ഇത്ര ആളുകൾ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞെട്ടട്ടെ. തീർച്ചയായും. അല്ല, രസം, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കുറച്ച് സമയം കൂടെ ഉള്ളൂ. അങ്ങനെ രാഹുൽ സദാശിവൻ. അതെ, പുള്ളിയിലാണ് പ്രതീക്ഷ. അതൊന്നും നമുക്കറിയത്തില്ല, കണ്ടോ. ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് തോന്നിയില്ല. ഒരു കുറച്ച് മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ പുള്ളിയിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ കണ്ട ട്രെയിലറിൽ കണ്ട കാര്യങ്ങളല്ലാതെ പടത്തിനകത്ത് ഒരുപാട് കാര്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് പടം കാണുമ്പോൾ അറിയത്തുള്ളൂ. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറച്ച് പേരിലേ കാണിക്കുന്നു. ചെറിയ പടമാണെന്ന് തോന്നുന്നു. ആകെ പ്രണവിനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കൊടുത്തിട്ടില്ല. അതെ അല്ലേ? പ്രണവിന്റെ ഒരു പെർഫോമൻസ് ഒന്നും അറിയത്തില്ല, നമ്മൾ കാണാൻ പോലെ കണ്ടിട്ടറിയാം.